അങ്ങനെ മറ്റൊരു രേണുസുതി ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. രേണുസുതി ടോപ്പിക്കുകൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ഈ പറയുന്ന രേണുസുതി ടോപ്പിക്കുകൾ കാണാനും കേൾക്കാനും താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ യൂട്യൂബിലേക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ടൊരു സ്ഥലമോ സമയമോ പൊതുവേ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് പൊതുവെ കുറവാണിപ്പോൾ. പല കോണ്ടന്റുകളും എഴുതി വെക്കും, ഏറ്റവും അവസാനം അത് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നിപ്പോൾ ഒരു രേണുസുതി കോണ്ടന്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രേണുസുതി എന്നുള്ള പേര് ഒരുപാട് ചർച്ചയാക്കപ്പെടുന്ന ഒരു സമയമാണ്. ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷനിൽ രേണുസുതി മദ്യപിച്ച് ലെക്ക് കെട്ട് ഈ പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനെയും അതുപോലെ അവിടെ നിന്ന് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, രേണുസുതിയുടെ അമ്മായിയുടെ മോളായിട്ടുള്ള ഷഫീന ബീവി. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. എന്ന് വെച്ചാൽ രേണുസുതിക്ക് ഷഫീന ബീവിയും വേണം, ഷഫീന ബീവിക്ക് രേണുസുതിയും വേണം. കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നാലേ അവർക്കിടയിൽ സന്തോഷമുള്ളൂ, മറ്റേ വാഴ സിനിമയിലൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേണുസുദിനെ വെച്ച് അരി വാങ്ങുന്ന ആളാണ് ഷഫീന ബീവി. ഷഫീന ബീവിനെ അത്യാവശ്യം യൂസ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി തന്നെയാണ് രേണുസുതി. നിങ്ങൾക്കറിയാലോ, അധികം പറയുന്നില്ല, രണ്ട് മുടായ്പ് കേസ് കെട്ടുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ചില വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. രേണുവിന് പറയാനുള്ളത്, രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു വീഡിയോൻ്റെ രൂപത്തിൽ രേണു ചെയ്തിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവി ചില വീഡിയോ ക്ലിപ്പുകളാണ് തൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പറയുന്ന രേണുസുതി ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് അലമ്പുണ്ടാക്കി അവിടുത്തെ ആൾക്കാരെയൊക്കെ ചീത്ത എന്ന് വെച്ചാലും അനാവശ്യമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ചില വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഷഫീന ബീവി തൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേണുസുതിക്ക് പറയാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇവൻ ഇത്ര വൃത്തികെട്ടവൻ, ഈ തെറുത്താത്ത ഇവർക്ക് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരിങ്ങനെ എന്നെ നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് കാരണം ഞാൻ മിക്കവാറും എനിക്കറിയില്ല എന്താ ചെയ്യണത്. ഇവര് എന്റെ കഞ്ഞുകൂടി വരെ മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. ഇവരെ എന്നെ അവിടെ വെച്ച് ഈ ഒരു ഞാൻ പറയട്ടെ, ഇവരിപ്പോ ഈ പറഞ്ഞല്ലോ 8 മീഡിയക്കാർ, ഇയാൾ ഈ വിപിൻ എന്ന് പറഞ്ഞ് തെണ്ടി വിളിച്ചിട്ടാണ് അവര് വന്നത്. ഇവര് വന്നില്ലായിരുന്നു ഇവരെന്നെ അവിടെ കൊന്ന് കുളിച്ചു മൂടിയാനെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. സത്യം, ഇവരെല്ലാം എന്നെ എന്തെങ്കിലും ചെയ്തേനെ. സത്യസന്ധമായിട്ട് പറയാം. കാര്യം ഞാനടക്കമുള്ള ആൾക്കാർക്ക് ലൊക്കേഷൻ അടക്കം ഡേറ്റ് അടക്കം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ വിളിച്ച മീഡിയക്കാര് തന്നെയാണ് രേണുവിന് അവസാനമായിട്ട് രക്ഷകരായിട്ട് എത്തിയത്. സത്യമായിട്ട്, അല്ലെങ്കിൽ എന്നെ അവര് കൊന്നേനെ, അവിടെ ഒന്നെങ്കിൽ കൊന്നേനെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ ചെയ്തേനെ. പിന്നെ ഒരു പാവം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്ത് ചെയ്യാനെ, ചേച്ചി നിന്ന് ഇയാള് സീൻ പറയുമ്പോ ആ ചേച്ചി എന്റെ കൂടെ അടുത്തുണ്ട്. ചേച്ചി കണ്ണും കൊണ്ട് ഇങ്ങനെ നിറയും, എണു ചെയ്യല്ലേ ഞാൻ പറഞ്ഞ ഒരിക്കലും ചെയ്യത്തില്ല ചേച്ചി. അവൻ സീൻ പറയാം, പച്ചയ്ക്ക് പറയാം. നമ്മുടെ ചേട്ടൻ ഇപ്പോഴല്ലേ ഈ സീൻ പറയുന്നത്, നടക്കത്തില്ലെന്ന്. മുന്തിരി പുക്കിളി വെച്ചിട്ട് അവൻ കടിച്ചെടുക്കുക, ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇവന്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അത്ര ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് പോലും മാന്യമായിട്ടാണ് ലാസ്റ്റ് എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അത്ര ബഹളം വെച്ചത്. ആ വ്യക്തമായിട്ട് ആ വീഡിയോക്കകത്ത് അവൻ അയച്ച വീഡിയോക്കകത്തുണ്ട്, എനിക്ക് ഈ ഡ്രസ്സിനകത്ത് ചെയ്യാൻ പറ്റൂലെന്ന് തന്നെയാണ് ഞാൻ ബഹളം വെക്കുന്നത്. അല്ലാതെ ഇവൻ പറയുന്ന പോലെ. പിന്നെ ഇവനൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ കേറ്റത് ജിന്നെന്ന് പറയുന്ന ഡയറക്ടറിന്റെ ആൽബം കരിമിഴി കണ്ടാലേ, അല്ലാതെ ഇവന്റെ കുണുങ്ങി ആൽബത്തിലല്ല ഞാൻ കയറിയത്. ഇവൻ എന്നെ ഒരു കോപ്പിലും കേട്ടില്ല. കുണുങ്ങി ആൽബം അന്ന് ഇറങ്ങിയപ്പോ ജിന്നിന്റെ ആൽബം ഹിറ്റായി നിൽക്കുക, മില്യൺസ് അടിച്ച് കയറി നിൽക്കുക. നിങ്ങൾക്കൊക്കെ, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ജിന്നിന്റെ ആൽബത്തിലാണ് എന്നെ കണ്ടതും കരിമിഴി കണ്ണാലെ ഞാൻ ഹിറ്റായതും. ഞാൻ ആ ആൽബത്തിലാണ്, അല്ലാതെ ഇവന്റെ ആൽബത്തിലല്ല. ഇവൻ ഇത്ര ചതി ഈ തെറുത്താത്തയായിട്ട് കൂടിച്ചേർന്ന് ഇത്ര ചതി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര വൃത്തികെട്ട രീതിയിൽ അവനോട് ഞാൻ പറയുന്നത്. അല്ല ഞാനിത് മിണ്ടാതിരിക്കും. ഈ മീഡിയക്കാരും എന്നോട് ചോദിച്ചില്ലല്ലോ. നമുക്ക് ഈ ആൽബത്തിനും അവർക്കും ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നിങ്ങൾ ആരും ഇതിപ്പോ അവര് പറഞ്ഞല്ലോ വീഡിയോ എടുത്തില്ലെന്ന്. വീഡിയോ എടുത്തില്ല പക്ഷെ ഇവര് അതിബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ വീഡിയോ എടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ ചതിയുണ്ട്. ഞാൻ എന്തായാലും ആ ഡ്രസ്സ് ഇവരീ പറഞ്ഞ വൃത്തികെട്ട ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ അഭിനയിക്കത്തില്ലെന്ന് തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പറയാനുള്ളത്, രേണു അവിടെ എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവങ്ങളോ വല്ല നടന്നിട്ടുണ്ടോ രേണുവിനെതിരെ? അത് നടന്നേനെ. ഇവര് കൂട്ടം കൂടിയിട്ട്, അതായത് കുറെ എന്റെ സുഹൃത്തുക്കളായാലും മീഡിയക്കാര് പുറത്തായിരുന്നു അവരെല്ലാം. ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായോ? ഷഫീന ബീവി ഓരോരുത്തടത്തും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. ഇവര് പലയിടത്തും കൊട്ടേഷൻ. ഈ വിപിനാലും അവനും മാറി അവന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റും അതുപോലെ ഇവന്റെ വൈഫും അതുപോലെ വേറൊരു ക്യാമറാമാനും മാറിയും തിരിഞ്ഞും എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കടകടച്ച് കുത്തിയിട്ടിട്ട് ഞാൻ
പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചാടി പോകുന്നത് ഇത്രയും ബഹളം വെച്ചത്. അതുകൊണ്ടാണ് ഇവര് നിന്ന് പറയാണ് ആ ഡ്രസ്സ് എടുത്ത് ആ ഡ്രസ്സില് നീ ചെയ്യാവുള്ളൂ, ശരീരഭാഗം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ്. എനിക്ക് എന്തായാലും തെളിവ് വേണമല്ലോ. ഞാൻ കഥ അപ്പോൾ ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ പറയുന്ന വീഡിയോയിൽ രേണുസുതി പറയുന്ന ചില കാര്യങ്ങളാണ്. രേണുസുതി ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ താൻ അഭിനയിക്കുമ്പോൾ ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം നേരത്തെ വീട്ടിലേക്ക് അയച്ചു തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വലിയ വലിയ സിനിമ ആക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കോസ്റ്റ്യൂം ഒന്നും വീട്ടിലേക്കൊന്നും അയച്ചു കൊടുക്കത്തൊന്നുമില്ല. കാരണം ഈ പറയുന്ന കോസ്റ്റ്യൂം ഈ അഭിനയിക്കുന്ന വ്യക്തിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ്യൂം അയച്ചു കൊടുക്കാനായിട്ടുള്ള സർവീസ് ചാർജും ഈ ഒരു കോസ്റ്റ്യൂം വാങ്ങിയിട്ടുള്ള സർവീസ് ചാർജും എല്ലാനും ഈ പറയുന്ന ഷോർട്ട് ഫിലിം എടുക്കുന്ന പ്രൊഡ്യൂസർക്ക് ആ കാശ് മൊത്തം പോക്കാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ നായകന്മാരായാലും അല്ലെങ്കിൽ എത്ര വലിയ നായികമാരായാലും ഈ പറയുന്ന കോസ്റ്റ്യൂം ഒന്നും വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ രേണുസുതിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ. കാരണം ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ആക്ട്രസിനെ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ ആ പുള്ളിക്കാരത്തിക്ക് വേണ്ടത് എന്താണോ ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതന്നെയാണ് അതിൻ്റെ ശരി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേണുസുതിക്ക് ഇടാൻ പറ്റാത്ത ഒരു കോസ്റ്റ്യൂമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് രേണു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഷഫീന ബീവി കാണിച്ചത് എന്നുള്ള രീതിയിലാണ് രേണുസുതി പറയുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ക്രൂ മെമ്പേഴ്സ് എന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന മീഡിയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഓവറാണ്. കാരണം ഈ പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഈ ഡ്രസ്സ് ഇതിടാൻ പറ്റൂലെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഈ പറയുന്ന രേണുസുതിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടു കാണും, രേണുസുതിയുടെ പൊക്കിളിൽ മുന്തിരിങ്ങ വെച്ച് കടിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ഏത് ഗതികെട്ടവനാണ്. മറ്റേ ആട് 2 സിനിമയിൽ ഷാജി പാപ്പൻ പറയില്ല എന്നെക്കാളും ഗതികെട്ടവന്മാർ ആരെങ്കിലും ഉണ്ടാകുന്നു, അങ്ങനത്തെ സീനാണ്. എന്താണ് പറയുന്ന രേണുസുതിയുടെ പൊക്കിളിൽ മുന്തിരിങ്ങ വെച്ച് കടിച്ചെടുക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന്. ഗതികേട് എന്നല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയുക. ആ ഒരു പെണ്ണിന് അത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് പിന്നെ ആ പുള്ളിക്കാരത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ബോഡി മൊത്തം കാണുന്ന രീതിയിൽ ഒരു കോസ്റ്റ്യൂമും കൊടുത്തു. ഈ ഒരു കോസ്റ്റ്യൂമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കോസ്റ്റ്യൂം, ഇത് ഇട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ അവിടെയും പ്രശ്നം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സിയെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ രേണുസുതിയുടെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്. ആ ഒരു പെണ്ണിന് പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തു, ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ സെറ്റിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് രേണുസുതിയെ റൂമിൽ കയറ്റി വാതിലടച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയും അതൊരു അടിപിടിയിലേക്ക് പോവുകയും മോശം വാക്കുകളിലേക്ക് പോവുകയും അവിടെ വെച്ച് അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് രേണുസുതി ഒച്ചയെടുക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അധികൃതരായിട്ടുള്ള ചിലർ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് രേണുസുതി മദ്യപിച്ച് ലെക്ക് കെട്ട് ഭയങ്കരമായിട്ട് പറ്റായി ഷോർട്ട് ഫിലിം സെറ്റിൽ കിടന്ന് അടിയുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷഫീന ബീവിക്ക് അയച്ചു കൊടുക്കുന്നു. ഷഫീന ബീവിക്ക് ആണെങ്കിൽ കഞ്ഞിയും കറിയും മേടിക്കാനോ അല്ലെങ്കിൽ അരി വെക്കാനോ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു കോണ്ടന്റ് ആവും. ഷഫീന ബീവിയുടെ ചാനൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഓടുന്നത് ഈ പറയുന്ന രേണുസുതി ടോപ്പിക്കാണ്. അല്ലാത്ത ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പുള്ളിക്ക് പച്ച തൊടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണുസുതി ടോപ്പിക്ക് ചെയ്യും അത്യാവശ്യം വ്യൂസ് കിട്ടുന്നതുകൊണ്ട് തന്നെ രേണുവിൻ്റെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഷഫീന ബീവി. അതിപ്പോൾ ഷഫീന എന്ത് കിട്ടിയാലും എടുത്തിടും. അതിനകത്ത് സത്യമാണോ കള്ളമാണോ എന്ത് പണ്ടാറാണോ എന്നൊന്നും പുള്ളിക്കാരത്തിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്ത് കിട്ടുന്നോ ഷഫീൻ അപ്പം തന്നെ എടുത്ത് ചാനലിലൂടെ പുറത്ത് വിടുന്നു. രേഷ്മ തങ്കച്ചൻ ഇങ്ങനെ ചെയ്തു, രേണുസുതി അങ്ങനെയാണ്, ഇങ്ങനെ പോയി, അങ്ങനെ പറഞ്ഞു, മദ്യപിച്ചു, വെള്ളമടിച്ചു, അടിയുണ്ടാക്കി, ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷഫീന ബീവി അങ്ങ് തുടങ്ങും. പുള്ളിക്കാരത്തിന് വായിലിരിക്കുന്ന മൊത്തം പറയും. ഈ പറയുന്ന ഷഫീന ബീവി അത്ര ശരിയായിട്ടുള്ള ആളൊന്നുമല്ല. ഈ പറയുന്ന രേണുസുതിയുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. രേണുസുതിയുടെ മൂത്ത മകനായിട്ടുള്ള നമ്മുടെ സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള രാഹുൽ സുധി, അതായത് കിച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂ ഈ പറയുന്ന ഷഫീന ബീവി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവി കിച്ചുവിനെ കാണാനായിട്ട് നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട്
കിച്ചുവിനോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തിട്ട് രേണുസുതി ഇങ്ങനെയാണ്, രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ഷഫീന ബീവി തൻ്റെ ചാനലിലൂടെ പുറത്തേക്കൊക്കെ വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. വെറുതെ രേണുസുതി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ പണം സമ്പാദിക്കുക എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഈ പറയുന്ന ഷഫീന ബീവിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞത്, രണ്ടും ഉടായിപ്പാണ്. ഈ പറയുന്ന പൈസക്കും കോണ്ടന്റിന് വേണ്ടി എന്തും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടാമെന്നുള്ള ചില വിചാരങ്ങളാണ് ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ പറയുന്ന രേണുസുതിയെ, ഈ പറയുന്ന ഷഫീന ബീവിയെ ആയാലും ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന രേണുസുതി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്ന പല രേണുസുതി ടോപ്പിക്കുകളും പലതും രേണു കൂടി അറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അമിതമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുസുതി ടോപ്പിക്കുകൾ മാത്രം ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റുകൾ നമ്മൾ എഴുതി വെക്കും ചെയ്യാമെന്നുള്ള രീതിയിൽ, എന്നിട്ട് ഏറ്റവും അവസാനം റെക്കോർഡ് ചെയ്യാനായിട്ടൊരു സ്ഥലമോ സമയമോ കിട്ടില്ല. അതിനുശേഷം നമ്മൾ പെട്ടെന്നൊരു ടോപ്പിക് എടുത്ത് നോക്കുന്ന സമയത്ത് അപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് രേണുസുതി ടോപ്പിക്കായിരിക്കും. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്